ഹലോ. ഹലോ. കേൾക്കത്തില്ലേ? അതെ. ഫ്രീ ആണോ സംസാരിക്കാൻ? എന്തുപറ്റി പറയൂ. ഓക്കെ. എന്റെ പേര് ആ പേരൊന്നും മ്യൂട്ട് ചെയ്തേക്കണം കേട്ടോ, ആ ഇത് ശരി ഇടുവാണെങ്കിൽ ശരി കേട്ടോ. ശരി. ഓക്കെ. അപ്പം ഞാന് ഇന്നിപ്പം മറ്റേ യഹോവയുടെ ഒരു വീഡിയോ കണ്ടല്ലോ, ആ ഇട്ടായിരുന്നല്ലോ. ആ അത് കണ്ടു. ഞാൻ കുറെ നാളായിട്ട് ലിയാഖത്തിന്റെ വീഡിയോ കാണുമായിരുന്നു. ആ അപ്പം നിങ്ങളൊക്കെ ഈ മുർത്തതാകുന്നതിന് മുമ്പേ ഉം, മുർത്തതായ ഒരു വ്യക്തിയാണ് ഞാൻ. ഉം, ഉം. അപ്പം എനിക്ക് എൻ്റെ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ശരി. അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞാല് ഒരു വ്യത്യസ്തത്തിലോട്ടല്ല പോയത്. ഉം, ഞാൻ എൻ്റെ ഒരു 22ാമത്തെ വയസ്സിൽ ബൈബിള് വായിച്ചിട്ട് അതിനകത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് ക്രിസ്ത്യാനിറ്റിയിലോട്ട് പോയി. ഓക്കെ. അപ്പം എനിക്ക് അന്ന് ഞാൻ ഖുർആൻ ക്ലാസ്സിന് പോകുമായിരുന്നു. ഉം, ഖുർആൻ ക്ലാസ്സിന് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അന്നാണ് ഞാൻ നമ്മളതുവരെ ഒരു ഓർഡിനറി മുസ്ലിം, ഉം, നിസ്കരിക്കും, ഉം, അങ്ങനെ സാധാരണ രീതിയിൽ പോകും. അപ്പൊ ഖുർആൻ പഠിച്ചപ്പോഴും അതിന്റെ അർത്ഥം വായിച്ചപ്പോൾ ഉം, എനിക്കതിനകത്ത് ഭയങ്കര ഒരു ദൈവത്തിന്റെ വചനങ്ങൾ ആണോ എന്നുള്ളൊരു ഉം, സംശയം എനിക്കുണ്ടായി. ഉം, ഇത്രയും നമ്മളൊരു ആരാധനയോടെ കണ്ടിരുന്ന ഒരു ദൈവം പറയുന്ന ഉം, വാക്കുകൾ ഇത്ര ചപലമാണോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായി. ഉം, പക്ഷെ ഞാൻ അതിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് അറിയാത്തതായിരിക്കും, ഇതിനപ്പുറം വലിയ അർത്ഥങ്ങൾ ഉണ്ടാവും ഉം, എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ അതിനെ മനസ്സിലാക്കാനായിട്ട് എന്റെ മനസ്സിനെ ഞാൻ പരുവപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുക. ഉം, അപ്പോഴാണ് യാദൃശ്യമായിട്ട് ബൈബിൾ കിട്ടുന്നത്. അപ്പൊ ബൈബിൾ വായിച്ചപ്പം ഉം, ഞാനൊരു ദൈവാന്വേഷണമോ സത്യാന്വേഷണമോ ആ രീതിയിൽ ഉള്ളൊരു മൈൻഡായിരുന്നു എൻ്റെ. ഉം, ഉം, എനിക്കിതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉം. അപ്പൊ ഈ സംഭവം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ ഇതങ്ങ് അല്ല, അപ്പൊ കൂടുതൽ അത് പഠിച്ചു. മുഴുവനായിട്ട് ശരിക്കും വായിച്ചില്ലേ? അത് പുതിയ നിയമം ആദ്യം വായിച്ചത്. ആ പുതിയ നിയമം വായിച്ചപ്പോ എനിക്ക് അതിനകത്ത് ഭയങ്കര നമ്മളെ മനസ്സിനെ എന്ന് വെച്ചാൽ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ മനസ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമായത്. ഉം, അപ്പൊ നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നൊരിത്. ഉം, അങ്ങനെ വായിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനന്ന് പഴയ നിയമം വായിച്ചിട്ടില്ല. ഉം, അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ചർച്ചകളിലൊക്കെ പോയി. അപ്പൊ ഉം, അവർ ഈ മുസ്ലിം ആയതുകൊണ്ട് എനിക്കിപ്പം ഈ ബാപ്റ്റിസം ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉം, എന്നെ മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമില്ല, അവർക്കൊരു പേടിയുണ്ട്. അന്ന് ഉം. ഈ കുറച്ച് നാൾക്ക് മുമ്പുള്ള ഒരു 10-15 വർഷം മുമ്പുള്ള ഇതാ പറയുന്നത്. ആ അന്നിപ്പോ ഇസ്ലാമിക പ്രചരണവും ഒക്കെ നല്ല ഇതായിട്ട് നിൽക്കുക. പിന്നെ മറ്റേ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, 3 അക്ഷര സംഘടനകളും ഉം, ഉം, അവരുടെയൊക്കെ ഒരു പ്രഭാവം ഉള്ളതുകൊണ്ട് ഇവർക്കൊക്കെ പലർക്കും പേടി. ഒരു മുസ്ലിമിനെ ഉം, സ്നാനം എടുക്കണം, ഞങ്ങൾക്ക് സഭയുടെ ഹെഡിനോട് ആലോചിക്കണം. ഉം, ഉം, ഈ കാത്തലിക് അല്ല, ഇൻഡിപെൻഡന്റ് ചർച്ച്. ഉം, അപ്പൊ അങ്ങനെയൊക്കെ നിന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ളൊരു TPM എന്ന് പറഞ്ഞൊരു ചർച്ച ഉണ്ട്, ഈ ഉം, വിവാഹം കഴിക്കാത്ത ഉം, വിശ്വാസികളുള്ള. അപ്പൊ ഉം, അതിൽ പോയി. അപ്പൊ എനിക്ക് ഉം, ഇവിടുന്ന് സ്നാനം കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോയി. അപ്പൊ ഉം, അവരെനിക്ക് അവിടുന്ന് ഒരു പഴയ നിയമം ഉൾപ്പെടെയുള്ള ഒരു ഫുൾ ബൈബിൾ തന്നു. അപ്പൊ ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് ഈ ഖുർആനിലൊക്കെ പറയുന്നത് ഒന്നുമല്ല, അതിന്റെ ഇരട്ടി ചതിയും ക്രൂരതയും കൊലപാതകവും ഉം, എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞ ഒരു ഗോത്രീയതയുടെ എല്ലാ വശമുള്ള ഒരു സംഭവം ഇത്. ഉം, പക്ഷെ എന്നിട്ട് പോലും എനിക്ക് എന്റെ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ക്രിസ്ത്യാനികൾ പറയില്ലേ ജീസസ് എല്ലാം മാറ്റി, ഉം, ഇപ്പം ജീസസ് ഇങ്ങനെ വന്ന് പരിവർത്തനം നടത്തിയോണ്ട് ഉം, നമുക്കിപ്പോ പഴയതിൽ വിശ്വസിക്കേണ്ട, അതൊരു ഉം, പുറന്തോട് മാത്രമാണ്, അകക്കാമ്പ് ഇതാണെന്നൊക്കെ ഉം, പറഞ്ഞ് കുറെ ന്യായീകരണങ്ങൾ. അപ്പൊ എന്റെ മനസ്സിലും അങ്ങനെ ഒരു ഇതാണ്. ഞാൻ പഴയ നിയമം അങ്ങ് മാറ്റി വെച്ചിട്ട് പുതിയ നിയമം തന്നെ വിശ്വസിച്ച് അങ്ങ് പോവാം. ഉം, പിന്നെ ഞാൻ അതിലൊരു 12 വർഷം തുടർന്നു. ഉം, അപ്പൊ ഞാൻ ബൈബിൾ നല്ലോണം പഠിച്ചു, ഗ്രീക്ക്, ഹീബ്രു, ഉം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോ എനിക്ക് ഇതിനകത്ത് ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ആശയം ഇതിനകത്ത് ഇല്ലെന്നുള്ളൊരു എനിക്കൊരു ബോധ്യം വന്നു. അങ്ങനെ ഞാൻ ഇവരുമായിട്ട് ഇതിനെ സംബന്ധിച്ചൊരു ഈ പോകുന്ന ചർച്ചകളിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഉം, അപ്പൊ ഇവര് വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ ഈ ഇസ്ലാമിൽ നിന്ന് വന്ന് നുഴഞ്ഞേറിയ ചാരനാണ്. ഉം, അപ്പൊ ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഈ ആശയം പ്രചരിപ്പിക്കാൻ വയ്ക്കാണ്ട് അങ്ങനൊരു ഇത് വന്നു. ഉം, അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാനപ്പോ അവിടെ മാന്യമായിട്ട് ഒരു ലെറ്റർ ഒക്കെ കൊടുത്തിട്ട് എന്റെ ഇത് ബൈബിൾ പഠനം അനുസരിച്ച് എനിക്ക് ഇതാണ് എനിക്ക് കിട്ടിയത്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ യേശു ഇതുപോലെ ദൈവപുത്രൻ എന്നുള്ളതിനപ്പുറം ഈ പറയുന്ന ഈ ത്രിയേകത്വം എന്നൊരു കൺസെപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഞാൻ തീവ്ര വിശ്വാസമായിട്ട് പോവാ. ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ വാക്കുകൊണ്ട് ഒരു കള്ളം പോലും പറയാതെ ഒരു എന്ന് വെച്ചാൽ ഈ പറയുന്ന സോ കോൾഡ് സിൻസ് ഒന്നും ചെയ്യാതെ വളരെ അങ്ങ് വിശുദ്ധിയിൽ ജീവിക്കുക. പക്ഷെ എനിക്കുണ്ടായ ഇസ്ലാമിൽ നിന്ന് ആ സമയത്തുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തപ്പെടുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ്, ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ ഈ റിലേറ്റീവ്സിനൊക്കെ എല്ലാ കാര്യത്തിനും ഹെൽപ്പിനും എല്ലാം പോകുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വന്ന, പക്ഷെ അത്ര അടുപ്പം ഉണ്ടായിരുന്ന വ്യക്തികൾ പോലും നമ്മൾ മുഖത്ത് നോക്കി കാഫ്ര എന്ന് വിളിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പൊ അങ്ങനെ ഒത്തിരി ദുരനുഭവങ്ങൾ നേരിട്ടു. അപ്പൊ ആ സമയത്ത് തന്നെ സമാനമായിട്ട് എനിക്ക് ക്രിസ്ത്യ സഭയെന്നും ഈ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. കാരണം ഞാൻ അവിടെ
ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് വന്നു. അപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞപ്പം ഇപ്പൊ അതിനിടയ്ക്ക് കുറെ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ US കൊണ്ടുപോകാം, ക്രിസ്ത്യൻ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറെ ടാക്ടിക്സ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഉള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സഭയിലും പോയി, യഹോവ സാക്ഷി ഉൾപ്പെടെ എല്ലാ സഭയിലും പോയിട്ട് എനിക്ക് ഇതിനകത്ത് ഇവരാരും പറയുന്നത് ഒരു സത്യസന്ധമായ നിലപാടല്ലെന്ന് എനിക്ക് ബോധ്യമായി. അപ്പൊ ബൈബിൾ ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പാസ്റ്റർ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ബൈബിളിലെ ഈ 72 അല്ലെ 66 എന്ന് പറയുന്ന രണ്ട് കൂട്ടർക്ക് രണ്ട് ടൈപ്പ് പുസ്തകങ്ങൾ, ഇത് ഇത്രയും പുസ്തകങ്ങളിൽ ഏത് വാചകം എവിടെന്ന് ചോദിച്ചാലും ഞാൻ പറയും. അപ്പം ആ ലോജിക്കലായിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഒന്നും തരാൻ ഇവർക്ക് കഴിയാത്തതുകൊണ്ട് ഞാനിത് ശരിക്കും പറഞ്ഞ കുറേശ്ശെ ഇതെന്റെ മനസ്സിൽ നിന്ന് പോവാ. പക്ഷെ എനിക്ക് ഒരിക്കലും തിരിച്ച് ഇസ്ലാമിലേക്ക് ചേക്കേറാൻ ഒരു താല്പര്യമില്ല. കാരണം അത് മനസ്സുകൊണ്ട് അതിന് ബോധ്യമായ ഒരു സംഗതിയാണ്, ഇതിങ്ങനൊരു സംഭവമില്ല എന്നുള്ള. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒന്നോ അതിലധികമോ ശക്തികൾ ഇതിനൊക്കെ ഒന്ന് മേക്ക് ചെയ്ത ഒരു ആഗ്നോസ്റ്റിസം മോഡലൊരു രീതി എന്റെ മനസ്സിൽ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഇന്നതാണ് ഈ മതത്തിൽ പറയുന്ന സോ കോൾഡ് സംഭവം അല്ല, പക്ഷെ സംതിങ് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്, ഒന്നെന്ന് പറയാൻ പറ്റത്തില്ല, എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കുറെ കാര്യങ്ങളായിരിക്കും. അത് ഞാനങ്ങ് വിട്ടു, അതിന്റെ വഴിക്ക് വിട്ടു. എന്റെ എക്സ്പീരിയൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ എന്നെ ഈ തിരുത്താൻ വേണ്ടിയിട്ട് ഈ പെരുമ്പാവൂരിൽ നിന്ന് മറ്റേ MM അക്ബറിന്റെ ടീമൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു. അപ്പൊ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പലരും അറിഞ്ഞിട്ട് ഒരു ഇന്നോവ കാറിൽ ഇവരെല്ലാം കൂടെ ഭയങ്കര ഒരു ഇതായിട്ട് വന്നു. ഞാനൊരു ദിവസം വീട്ടിന്റെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇന്ന ആളാണോ? ഞാൻ പറഞ്ഞു അതെ, ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്ന് ഇന്ന ഇതിൽ നിന്ന് വരുന്നതാ, എനിക്ക് നിങ്ങൾ ക്രിസ്ത്യാനിയായല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വീട്ടിലോട്ട് വന്നു കയറി ഒരു ആദ്യം കുറച്ചു നേരം ഇരിക്കേ. അപ്പൊ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. ഞാൻ പറഞ്ഞു കുറച്ചു നേരം ഇരിക്കുക, എന്താ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പം അവര് മറ്റേ നമ്മുടെ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ ഉണ്ടല്ലോ, പുള്ളിയുടെ കുറെ പുസ്തകങ്ങളൊക്കെ തന്നു. അപ്പൊ ഞാനും അതിന് അവർക്ക് കുറച്ച് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് അവര് പറയുന്ന ഒരു ട്രാക്കിലോട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ലഹനത്തുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ശപിച്ച് കുറച്ച് ഭീഷണിയൊക്കെ പെടുത്തിട്ട് പോയി. എന്നിട്ട് ഇവിടുത്തെ ജമാഅത്തിലൊക്കെ ചെന്ന് പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു പയ്യൻ ഇവിടെ മുർത്തതായിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ജമാഅത്തിൽ വെച്ച് പൊറിപ്പിക്കുവാണോ? അപ്പൊ ഇവരെവിടെ നിന്ന് വന്നവരാന്ന് ആലോചിക്കണം. പെരുമ്പാവൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക. എന്നിട്ട് എന്റെ അമ്മയുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടില് എല്ലാം ചെന്നിട്ട് ഇവര് ഇതേപോലെ, അമ്മേനെ ഞാൻ പറഞ്ഞ മനഃപൂർവ്വം കേട്ടോ, എന്നെ അത് അപ്പം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ പയ്യൻ ഇതുപോലെ ഇങ്ങനായിട്ട് നിങ്ങള് റിലേറ്റീവ്സ് എല്ലാം ഇതാക്കുന്നുണ്ട്, നമുക്ക് ഇവരെ ശരിക്കും പറഞ്ഞ ഇസ്ലാമില് കൈകൊണ്ട് എതിർക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് എതിർക്കണം, ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും എതിർക്കണം. നിങ്ങൾ ഇവരെ അടുപ്പിക്കാൻ പാടില്ല, വീട്ടുകാരുടെ നിലപാട് എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവര് ഈ ഇളക്കേണ്ട ഫലമായിട്ട് ഒരു ആഴ്ചക്കുള്ളിൽ ജമാഅത്തിൽ നിന്ന് വീട്ടിൽ ആള് വന്നിട്ട് എന്റെ ഫാദറിനെയും മദറിനെയും നല്ലവണ്ണം പ്രഷറാക്കി. ശരിക്കും പറഞ്ഞാൽ അവരുടെ അന്നത്തെ സങ്കടം കണ്ടപ്പം എനിക്ക് ജീവിക്കണം എന്ന് തന്നെ തോന്നിയില്ല. കാരണം അതുപോലെ ഇവരെ ഇട്ട് അങ്ങനെ എന്റെ വാപ്പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സമൂഹത്തിൽ ഒരു സാധുവായിട്ട് ജീവിച്ചൊരു മനുഷ്യൻ. അപ്പം ഇദ്ദേഹത്തെയൊക്കെ അങ്ങ് പ്രഷറാക്കി. ഇപ്പൊ അവർക്ക് അറിയാം ആക്ച്വലി അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പഠിക്കുക, അല്ലാതെ സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കാനും നിൽക്കേണ്ട, നിനക്ക് പഠിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ള നിലപാട് സ്വീകരിക്കുക, നീ അവരാ വിശ്വാസത്തിൽ തന്നെ തുടരുക, പക്ഷെ നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞൊരു പേരൻസ് ആണ് എന്റെ. അപ്പൊ അതിനാണ് ഇവർ ഇത്രയും ടോർച്ചർ അനുഭവിച്ചത്. അപ്പം അന്ന് എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് ഈ വന്ന സംഘത്തില്. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, ശരി, എന്റെ പേരൻസിനെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല, ഞാൻ ഒരാഴ്ചക്കുള്ളിൽ മാറിക്കോളാന്ന് പറഞ്ഞു വീട്ടിൽ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി എറണാകുളത്ത് പോയി താമസിച്ചു. പിന്നെ അവിടുന്ന് കോഴിക്കോട് പോയി താമസിച്ചു. കാരണം അപ്പൊ ഇതിനിടയ്ക്ക് എന്റെ ഒരു കൂട്ടുകാരൻ മറ്റേ മൂന്നക്ഷര സംഘടനയില് മെമ്പറായിരുന്നു. അപ്പൊ അവൻ എന്റെ അടുത്തൊരു പേഴ്സണലി ഒരു ഇതുണ്ടായിരുന്നു. ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതുപോലെ നിന്നെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്, ചിലപ്പം എന്തെങ്കിലും ഒരു അറ്റാക്കോ വല്ലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അപ്പം ഒരു വയലിന്റെ നടുക്കൂടുള്ള റോഡിൽ കൂടെ വരുന്നത്. അപ്പൊ അവിടെ ഈ ഒരു ടീം എന്നും ഇങ്ങനെ ഇരിക്കും. അപ്പൊ വെറുതെ ഒരു ഉടക്കുണ്ടാക്കിയിട്ട് ചിലപ്പോൾ നീ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കൂടെ കേട്ടപ്പോ എനിക്ക് പിന്നെ വീട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ഇതില്ല. അങ്ങനെ ഞാനിങ്ങനെ സ്ഥലങ്ങൾ മാറി 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 കുറെ നാളൊക്കെ താമസിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ ബന്ധുക്കൾ വളരെ ഹോസ്റ്റലായിട്ട് പെരുമാറുകയും എന്റെ പേരൻസിനെ ഒരുപാട് രീതിയിൽ അവഗണിക്കുകയും അതൊക്കെ പറഞ്ഞ ഒരുപാട് ചരിത്രമുണ്ട്. അവരനുഭവിക്കാത്ത ദുരന്തമില്ല. എന്നെക്കാട്ടും കൂടുതൽ അവരെ അങ്ങോട്ട് പീഡിപ്പിച്ച.
ആ അത് അത് എനിക്ക് ഇമോഷണൽ ടോർച്ചർ ആണ്. അത് നിങ്ങളെ മകനല്ലേ, അപ്പൊ അച്ഛനെയും അമ്മേനെയൊക്കെ നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്യുമ്പോ അവർക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മള് തിരിച്ചു പോകും എന്നൊക്കെയുള്ള ആ ഒരു എന്താ പറയാ, അങ്ങേയറ്റം വൃത്തികെട്ട ചിന്തയാണ് അത് അത്. എനിക്ക് അതിനെക്കാട്ടും വലിയൊരു സംഭവമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഇത് ഇങ്ങനെ മടുത്ത് തുടങ്ങി. കാരണം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർഗീയത എന്ന് പറയുന്നില്ലേ, ഇസ്ലാമിന്റെ വർഗീയതയോ ഹൈന്ദവത്തിലെ വർഗീയതയുടെ 10 ഇരട്ടി വർഗീയത രഹസ്യമായിട്ട് ഒളിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് ഈ ക്രിസ്ത്യാനിറ്റിയിലെ തീവ്ര ചിന്താധികാരം. അത് എല്ലാ ക്രിസ്ത്യാനികളും എന്ന് പറയുന്നില്ല, എനിക്ക് ഒരുപാട് ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഞാൻ പോയ സഭകളില് ഈ എല്ലാ മതത്തിലും ഇത് തന്നെയാണ് കണ്ടീഷൻ. ഇപ്പൊ ആ, ഇതിന്റെ അധികാരം, ഇതിന്റെ മൊത്ത കുത്തക എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന തീവ്ര വിഭാഗത്തിന്റെ കയ്യിലായിരിക്കും. അതെ 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 അപ്പൊ അവരുടെ അവര് ആക്ട് സ്വാധീനത്തിലാണ് ഇത് ചെയ്യുമ്പോ പോകുന്നത്. മറ്റുള്ള ആളുകള് സൈലന്റ് ആയി പോവും. അതാണ് അതെ സംഭവിക്കുന്നത്. അതെ മിതവാദികള് മൗനത്തിലാവും. അതെ അതാണ് സംഭവിക്കുക. കാരണം അവർക്ക് മതപരമായിട്ട് ഇവരെ എതിർക്കാൻ പറ്റില്ല. മതപരമായിട്ട് അതെ അതിനുള്ള സ്വാതന്ത്ര്യം ഈ തീവ്ര നിലപാടുകാർക്ക് ഉണ്ടാവും. അല്ല അപ്പം മിതവാദികൾ ഞാന് മൗനത്തിലാവും. അതാണ് അപകടം. സത്യമാണ്. നമ്മളിപ്പോ നിങ്ങളൊക്കെ പറയുന്നതിനനുസരിച്ച് എത്രയോ പേരുടെ വാക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ എനിക്ക് ജബ്ബാർ മാഷിനെ കാണുമ്പോ എന്റെ ഫാദറിന് ഓർമ്മ വരും. അതുപോലൊരു സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഈ നിങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1,00,000 പേര് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള ഒരു എതിർപ്പിനെ തുടർന്ന് നിർത്തരുതെന്നുള്ളൊരു അഭ്യർത്ഥന കൂടെ ഉണ്ട്. മനസ്സിലായി. പിന്നെ ഞാന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഈ ഒരു ഇത് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പച്ചയായ വർഗീയത. പിന്നെ നമ്മളോട് വിവേചനമുണ്ട്. ഇന്ന മതത്തിൽ നിന്ന് വന്ന് കൺവെർട്ട് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ വിവേചനവും ഉണ്ട്. ആ ഒരു ഇത് ശരിക്കും അതിനകത്ത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. കാരണം എനിക്ക് എന്റെ വിശ്വാസമായിരുന്നു എനിക്ക് അന്നും അത് വലുത്. ഏറെക്കുറെ നമുക്ക് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വരുന്നവർക്കും ആ പ്രശ്നമുണ്ട്. അതായത് പുതു പക്ഷെ ഇസ്ലാമി. അവർക്ക് ഭയങ്കര സ്വീകരണമല്ലേ കൊടുക്കുന്നത്. ഞാൻ നോക്കിയിട്ട് അതുണ്ട്. നമ്മള് പുതിയ ഇസ്ലാം എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, നമ്മള് അവർക്ക് സക്കാത്ത് അവർക്ക് കൊടുക്കുന്നു. സക്കാത്തിലൊക്കെ കൊടുക്കുമ്പോ കണക്ക് നോക്കേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് പറയാ. ഒത്തിരി ഭയങ്കര പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതങ്ങനല്ല. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പോയടുത്ത് 3-4 കാറ്റഗറി ഉണ്ടായിരുന്നു. അതായത് ഈ സിറിയൻ കാത്തലിക്കിൽ നിന്ന് കൺവെർട്ട് ആയവരുണ്ട്. ഞാൻ ഈ ഇൻഡിപെൻഡന്റ് ചർച്ചിന്റെയാ പറയുന്നത്. പെന്റകോസ്റ്റ് ബ്രദറൻ, യഹോവ സാക്ഷി അതുപോലുള്ള ടീമുകള്. അപ്പൊ ഈ സിറിയൻ കാത്തലിക്കിൽ നിന്ന് കൺവെർട്ട് ആയവർ അവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കും, വരേണ്യ വർഗം എന്ന് പറഞ്ഞിട്ട്. പിന്നെ വന്നിട്ട് ഹിന്ദുയിസത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്തവരെയും കൂടി ഇവര് സ്വീകരിക്കും. അതിലിപ്പോ ഈ നായേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇവർ ഭയങ്കര കാര്യമായിട്ട് പറയും, മേനോനായിട്ടുള്ള ഒരാൾ വന്നു, അല്ലെ ബ്രാഹ്മണായിട്ടുള്ള ഒരാൾ ഞങ്ങളുടെ കൺവെർട്ട്, അവർക്കൊരു പ്രത്യേക പ്രാധാന്യം കൊടുക്കും. ഈ ഈഴവാസ് ഒക്കെ വന്നു കഴിഞ്ഞാലും അവർ ഇവരോട് അങ്ങ് ചേരും. പക്ഷെ ഈ മുസ്ലിമിൽ നിന്ന് വന്നവരെ അവരെപ്പോഴും എന്താണ്, വൺസ് യു ആർ എ മുസ്ലിം യു ഓൾവേസ് മുസ്ലിം എന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു കൺസെപ്റ്റ്. എനിക്കത് ഒന്ന് അതല്ലാതെ സ്നേഹിച്ചവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് എക്സെപ്ഷനുകൾ ഉണ്ട്. പൊതുവെ കണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വിവേചനവും ഒക്കെ നേരിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കില്ല ഞാൻ. എനിക്ക് ഈ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള സംഗതികളിലായിരുന്നു അതിപ്പോ എനിക്ക് എതിർപ്പ്. നമുക്ക് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് ഒരു സുലൈമാൻ എന്തോ പേരുണ്ടായിരുന്ന ഒരാള്, അറിയാം സുലൈമാൻ ദാരിമി എന്ന് നമ്മുടെ മാരിയോ ജോസഫിന്റെ. അയാളിപ്പോ ഈ അടുത്ത് ഇതേപോലെ ഈ ഒരു പിന്നെ അയാളൊക്കെ സുഡാപ്പി വിളിയോ. സമ്മതിക്കണം കേട്ടോ. അയാൾ അനുഭവിച്ച ടോർച്ചർ. അയാളൊരു നിഷ്കളങ്കരായ വിശ്വാസിയാ. അയാൾ ഇപ്പൊ ജീസസിനും മറിയത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ചിറങ്ങിയ ഒരാളാ. പക്ഷെ ആളിനെ ഈ പറഞ്ഞ പോലെ ഈ കാസ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ ഒരു സംഘടനയുടെ പ്രഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാരും തട്ടിയാണ്. അതെ, ഇവര് പറയുന്നത് വെച്ചാൽ മുസ്ലിങ്ങൾ ഇപ്പൊ യുക്തിവാദിയായ പോലും ഇന്നാളെ ആരിഫ് ഹുസൈന്റെ കാര്യം പറഞ്ഞിട്ട്, ആരിഫ് ഹുസൈൻ തക്കിയാണെന്നാണ് ഇവര് പറയുന്നത്. കാസക്കാരുടെ പഴയ പുലിക്കുട്ടികളിൽ ചില ആൾക്കാർ, കാസക്കാരല്ല, കാസ അല്ലാതിരുന്നിട്ട് പോലും ചില ബിരുദന്മാര് പെന്തക്കോസ്ത് ആൾക്കാർ എന്നോട് പറഞ്ഞത് ഞാൻ ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ മുസ്ലിം ആവുന്നത്. കാരണം അവരുടെ എന്തോ ഒരു വാദം അതിനെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സുഡാപ്പിയാണ്. അതെ. ഇതാണ് ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം സത്യം പുറത്തറിയിക്കുക, അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ടൊരു ജനാധിപത്യത്തിന്റെ ഒരു ചിന്ത കൊണ്ടുവരും. ഇതൊന്നുമല്ല. ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു മതമായതുകൊണ്ട് ഇതിനെ താറടിക്കുന്നത് ഇവര് എൻജോയ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതിനപ്പുറം ഇവർ അങ്ങനെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ജെനുവിൻ ആയിട്ട് ഇപ്പം ഇതിന്റെ ഒരു ജനാധിപത്യ കൾച്ചറിന് വിരുദ്ധമായിട്ടുള്ള മതവിഷയങ്ങള് സംസാരിക്കുമ്പോൾ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവണം എന്നതിന്റെ പേരിൽ പിന്തുണക്കുന്നവരാണ് യഥാർത്ഥത്തില് മാനവികവാദികളായി മാറുള്ളൂ. മറ്റവരൊക്കെ ഇപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം. അതെ. അത്രേ ഉള്ളൂ. ഞാൻ ഇതിനെ കുറിച്ച് പറയാറുണ്ട്, വലിയ വര ചെറിയ വര. അതായത് ഇസ്ലാം മോശമാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഓക്കെ ആണെന്ന് പറയാൻ വേണ്ടി വരുന്നവരുണ്ട്. അതെ.
അപ്പൊ അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനിറ്റി വിട്ട് നിങ്ങൾ അത് അങ്ങനെ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ അറിയൊക്കെ ചെയ്തപ്പോഴുണ്ടായി അവസ്ഥ? ഞാൻ പറഞ്ഞപ്പോ അതിനെ കുറിച്ചിട്ട് തന്നെ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. അതായത് എതിർ ക്രിസ്തുവിന്റെ അന്ത്യക്രിസ്തുവിന്റെ ടീച്ചിങ്സ് ഇവന് എവിടെ നിന്നോ കിട്ടി. അപ്പം ജീസസിന് ദൈവമല്ല എന്ന് പറയുന്ന ഒരു ടീച്ചിങ്സ് അവരുടെയാണ്, അല്ലെങ്കിൽ യഹോവ സാക്ഷികളുടെ ടീച്ചിങ്സ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിർപ്പുകളും അവരുടെയും ഈ ഭാഗത്തുനിന്ന് പല ഈ പറയുന്ന പോലെ ഭീഷണിയില്ല, പക്ഷെ ഈ അധിക്ഷേപം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, കളിയാക്കലുകൾ. അപ്പൊ ഞാൻ എന്തായാലും അത് 1 by 1 ആയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് നിന്നിട്ട് ഞാനങ്ങ് നിഷ്പക്ഷനായിട്ട് നിന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അതിലും ഇല്ല ഇതിലും ഇല്ല, എനിക്കൊരു പക്ഷെ ഞാൻ അപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങളും അതൊക്കെ ഞാൻ അതിനിടയ്ക്ക് പഠിക്കാൻ തുടങ്ങി. അപ്പം അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്താണ് ഈ ഒരു പ്രത്യേക ഒരു ഡോക്മ ഇല്ലാത്തതുകൊണ്ട് അതിനൊരു ഏക കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഇതില്ല. പലതിലും ഇപ്പൊ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളും പലതും ഉണ്ട്. ഒരു ആയിരക്കണക്കിന് ആശയങ്ങളുണ്ട്. അതിൽ ചിലത് വളരെ നല്ലതും ഉണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് എടുക്കാം, തള്ളാം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് പൊതുവെ എന്താണ് ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇപ്പൊ RSS പോലുള്ള സംഘടനകളുടെ സ്വാധീനം ഇല്ലാത്ത ഒരു സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കള്, ഈവൻ ബ്രാഹ്മിൺസ് ഉൾപ്പെടെ എല്ലാവരും ഞാൻ ഒത്തിരി പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഈ ഒരു വിഷയത്തിൽ. അവർ ഈ മതത്തെ കുറിച്ചിട്ട് തന്നെ ഈ നിങ്ങൾ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ സംഭവിക്കണമെന്നൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പൊ ഇന്ന പൂജ ചെയ്തോ, നിങ്ങൾ വെറുതെ കൊണ്ട് പൈസ കളഞ്ഞു എന്ന് പറയുന്ന അങ്ങനത്തെ അവര് തന്നെ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ കാണാൻ പോയടുത്ത് നമ്മുടെ സ്വാമി സന്ദീപ് ചൈതന്യൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പുള്ളി വളരെ നല്ലൊരു മനുഷ്യനാട്ടോ. അപ്പം ഇങ്ങനെ പലരെയും ഞാൻ ആ ഒരു കാലയളവിൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ വിദേശത്ത് പോയ സമയത്താണ് എന്റെ ഫാദർ മരണപ്പെട്ടപ്പോ എനിക്ക് എന്തായാലും എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഞാൻ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ കാണണമെന്ന് പറഞ്ഞിട്ട് നാട്ടിലോട്ട് വരാൻ പോയപ്പോ എനിക്ക് ഇവിടുന്ന് ജിഹാദികളുടെ ഒക്കെ ഭീഷണി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. അപ്പം അന്ന് ഞാൻ ഇതിൽ നിന്നൊക്കെ ഏകദേശം വിട്ടു എന്നല്ല ഏകദേശം അറിയാം. എന്ന് വെച്ചാൽ ഞാൻ പരസ്യമായിട്ട് ഇതിനെക്കുറിച്ച് എതിർപ്പുകളില്ല, സംസാരമില്ല, ഒന്നുമില്ല. ഇസ്ലാം മതത്തെ എതിർത്തിട്ടൊന്നുമില്ല. കാരണം ഇപ്പം അതിനിടയ്ക്ക് ഞാൻ 1-2 തവണ ഇവരെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവര് സംസാരിച്ചിട്ട് എതിർപ്പ് പറഞ്ഞിട്ട് പോലും ഞാൻ അതിന് മറുപടി പറയാതെ അങ്ങ് പോയത്. കാരണം എന്റെ പേരൻസ് വിഷമിക്കരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇവര് എന്റെ ഫാദറിന്റെ മയ്യത്തിട്ടിട്ട് ഇവരെന്നെ വില പേശി. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം. അല്ല, ഫാദറിന്റെ കബറടക്കും എനിക്ക് കാണണമെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കാണുകയും വേണം, മയ്യത്ത് നിസ്കരിക്കാൻ വേണം. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് വിശ്വാസത്തിന്റെ മാത്രമല്ല, എന്റെ വാപ്പയുടെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് മയ്യത്ത് നിസ്കരിക്കും. അപ്പൊ എനിക്കത് ഒരു അന്ത്യകർമ്മം എന്നുള്ളത് എനിക്ക് ചെയ്യണം, അത് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പൊ ഇതേപോലെ ചെല്ലണം. ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു വ്യക്തിയാണ് പോയിരിക്കും, എനിക്ക് എന്നെ അതിൽ കൂടുതൽ നഷ്ടപ്പെടാനില്ല. അപ്പം അത് വെച്ചിട്ട് വിലപേശി അതൊക്കെ ഒരുപാട് നമ്മൾ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകുന്ന രംഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ നെഞ്ചുപൊട്ടി ഒരു സൈഡിൽ നിന്ന് കരയുക, എന്നെ നാട്ടിലോട്ട് കൊണ്ടുവരാനുള്ള നടപടികളോ കാര്യങ്ങളോ അതിനു വേണ്ടിയിട്ട് ഞാൻ അന്വേഷിക്കുക, എമർജൻസി ആയിട്ട് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇവര് ഞാൻ വരുന്നതിന് മുമ്പ് അടക്കം എന്നുള്ളൊരിത്. അപ്പൊ എനിക്കറിയാവുന്ന എന്റെ 1-2 സുഹൃത്തുക്കളുണ്ട് കേട്ടോ. അവരെന്നെ ഞാൻ മരിച്ചാലും മറക്കാത്ത വ്യക്തികൾ. കാരണം മുസ്ലിങ്ങൾ തന്നെ അവരെനിക്ക് വേണ്ടിയിട്ട് അവര് പൊരുതി. കാരണം അവനെ കാണിക്കാതെ ഇവിടെ അടയ്ക്കാൻ ഞങ്ങൾ ഇവിടെ ജമാഅത്തി പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ അപ്പൊ അവരുടെ അടുത്തും പറഞ്ഞു ഇതാണ് കണ്ടീഷൻ, ഓക്കെ. അപ്പൊ ഞാനും പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ തിരിച്ചു വന്നിട്ട് എന്റെ വീട്ടിൽ കയറുന്നതിന് മുമ്പേ എന്നെ എയർപോർട്ടിൽ വിളിക്കാൻ വന്നത് ഒരു മുസ്ലിയാരും വേറൊരു പാർട്ടിയും കൂടെ. അപ്പോ അവിടെ പോലും എന്റെ റിലേറ്റീവ്സ് മൗനമായിട്ടിരിക്കുന്നുള്ളൂ. ഈ മുസ്ലിയാർ എയർപോർട്ട് തൊട്ട് എന്റെ വീട് വരെ എന്നോട് പ്രസംഗമായിരുന്നു. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാളുടെ ഫാദർ മരിച്ചു കിടക്കുന്ന ആ സമയത്ത് എന്നുവെച്ചാ അപ്രതീക്ഷിതമായിട്ടുള്ള മരണമായിരുന്നു. അപ്പൊ ആ ഷോക്കിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഇത്രയും പറഞ്ഞു. പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് എന്താണ് ഒന്നും എതിർത്തെന്നല്ല, എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് അവസ്ഥയായി. വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് എന്നെ വെളിയിൽ ഒരിടത്ത് ഇരുത്തിയിട്ട് ഈ കലിമ ചൊല്ലിച്ച് കുളിച്ചിട്ട് വീട്ടിനകത്ത് കയറാവുള്ളെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്നെ കൊണ്ട് കുറെ പശ്ചാത്താപ വാക്യങ്ങളൊക്കെ, ഞാൻ ഇന്നുപോലെ ദൈവം അല്ലാത്തന. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു സത്യാന്വേഷകനായിരുന്നു. എനിക്ക് അവിടെ വെച്ച് എനിക്ക് പൊട്ടിത്തെറിക്കണമെന്ന് തോന്നി. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു മരണ വീടാണ്, ആവശ്യമില്ലാത്ത ഒരു സംസാരം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവര് പറയുന്ന എല്ലാം കേട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക്
ഈ കാര്യങ്ങള് ചെയ്യാനുള്ളൊരു ഇത് മനസ്സിലായി. കിട്ടിയത്. എനിക്കൊരു അംഗീകാരം കിട്ടി. അപ്പം പിന്നെ പൊടുന്നനെ ഒരു സ്നേഹം. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം അത് മടങ്ങി വന്നു പൊടുന്നനെ ഒരു സ്നേഹം. ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ മതം ഇത്രയും മനുഷ്യന്റെ മനുഷ്യത്വം എന്ന് മനസ്സിലുള്ള പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു ഒരു ഗോത്ര ചിന്തയാണത്. സത്യമാണ്. അതൊരു ഫാൻ ക്ലബ്ബാണ്. അത് അതെ. മുഹമ്മദ് നബിയുടെ ഒരു ഫാൻ ക്ലബ്ബ് മാത്രാണ്. ആ ഗോത്രം നമ്മള് പാണ്ടിപ്പട എന്ന് പറഞ്ഞ സിനിമയില്ലേ, ഉം. അതിലെ ഏ, പാണ്ടികളാണ് ഇവര്. അയ്യോ. ആ പാണ്ടിപ്പടയിലെ അംഗങ്ങളാണ് ഓരോ മുസ്ലിമും. അതെ. കാരണം എൻ ഉയിരണ്ണനുക്ക് എൻ ഉടലണ്ണനുക്ക് അതെ. ഞാൻ ഏതാവത് തപ്പ് പണ്ണ അല്ല വണ്ണൻ അതുപോലെ ഇതിനകത്ത് കയ്യാലെത്തിക്കറേ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആള് വലിയ പഠിപ്പും വിവരം ഇല്ലാത്ത ഒരാളാണെന്ന് പറയുന്നെങ്കിലും ഇദ്ദേഹത്തിന്റെ ഈ അപ്രോച്ചസ് ഒക്കെ ഭയങ്കര സൈക്കോളജിക്കലി നമ്മളിപ്പോ ആധുനിക ഈ ആണ് ലീഡേഴ്സിനെ ആളത്ര പോലും തോൽപ്പിക്കുന്ന ഒരു വിവരമില്ലാത്ത ആളല്ല മുഹമ്മദ്. അഗ്രഗണ്യനാണ് മുഹമ്മദ് ആണെങ്കിലും ഈ മുഹമ്മദിന്റെ പേരിൽ ഇത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വേറെ ഒരാളാണെങ്കിലും. അതിനകത്ത് ഭയങ്കര ടാക്ടിക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ സൈക്കോളജിക്കലി ഇപ്പൊ ഞാൻ ഒരു അതിനകത്ത് ഉദാഹരണം ഏറ്റവും പറഞ്ഞു. വലിയ ടാക്ടിക് ആണ് ഖാത്തമുൻ നബി എന്ന് പറഞ്ഞ സാധനം. അതെ 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 അന്ത്യപ്രവാചകൻ. സന്ധ്യപ്രഭാഷകൻ. പിന്നെ അതിനുശേഷം എനിക്ക് ശേഷം ഒരു വാക്ക് ഒരാൾ ഇതിന് വരാനില്ല എന്ന് പറയാൻ പറയുന്നത്. പാടില്ല. പിന്നെ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ആൾക്കാരാവില്ല എന്ന് പറയുന്നത്. ആവില്ല എന്ന് പറയുന്നത്. പിന്നെ അതെ. ഒരു മാറ്റമില്ലാതെ തുടരും എന്ന് പറയുന്നത്. ഇങ്ങനെ കുറച്ച് അധികം സാധനങ്ങൾ അതിനകത്തുണ്ട്. അല്ല അത് മാത്രമല്ല, ഞാൻ ഈ ബൈബിളും കൂടെ വായിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈബിളിലുള്ള ഒരുപാട് കാര്യങ്ങളെ വേറെ വക്രീകരിച്ച് ഇതിനകത്ത്, അതായത് ഒരു 80% ബൈബിളിലുള്ള പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അപ്പൊ ഉൽപ്പത്തി ഇദ്ദേഹത്തിന് സംഭവങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ബൈബിൾ കോപ്പിയാണ്, ഈച്ച കോപ്പിയാണ്. അതെ. ഒരു മിനിറ്റ്. അത് മാത്രമല്ല ഈ പുതിയ നിയമത്തിലെ കുറെ ആശയങ്ങൾ ഇപ്പം പറഞ്ഞില്ലേ, ഹാത്തിമുൻ നബി എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറഞ്ഞല്ലോ, ഈ അന്ത്യപ്രവാചകൻ. അത് മാത്രമല്ല എന്നെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ വേറെ ആരെയും, ഈ ആശയങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ യേശു ശരിക്കും അതൊരു കൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു കൾട്ടിന്റെ വേറൊരു, അതായത് കുറച്ചുകൂടെ ക്രൂരമായിട്ടുള്ള കൾട്ടുകളാണ്. ഇപ്പൊ യേശുവിന്റെ കൾട്ടും മുഹമ്മദിന്റെ കൾട്ടും രണ്ട് കൾട്ടും കൾട്ടായിട്ട് തന്നെയാണ് ഉള്ളത്. വ്യക്തികളാണ് അതിനകത്ത്. യേശു ആണ് ഒരിടത്ത് പ്രധാനം, ഒരിടത്ത് മുഹമ്മദാണ് പ്രധാനം. നമ്മൾ അള്ളാഹു എന്നൊക്കെ പറയുമെങ്കിലും അള്ളാഹു അല്ല ആക്ച്വലി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ തന്നെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെയൊക്കെ നമുക്ക് അത്യാവശ്യം നിന്ദിക്കാം, പക്ഷെ മുഹമ്മദ് നബിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പണി കഥ മാറും. അത് മുഹമ്മദ് നബിയെ കുറിച്ചൊന്നും പറയണ്ട. അതിനകത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതിരുന്ന പോലും ഞാൻ മുഹമ്മദ് എന്ന് പറയുമ്പത്തിന് എന്നോട് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ ആളുടെ പേരല്ലേ പറയുന്നത്, അല്ലാതെ ഇപ്പൊ നമ്മള് വേറെ മോശം കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതെ അതെ. വിശ്വാസികൾക്ക് അതുപോലെ സഹിക്കില്ല. മുഹമ്മദ് എന്നോട് എന്റെ ഒരു സഹോദരൻ ചോദിച്ചു, എന്റെ തന്തയുടെ പേരാണോടാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, എന്റെ എന്റെ വാപ്പാന്റെ പേര് മുഹമ്മദാണ്. അറബികള് ഇപ്പം പേരാണ് വിളിക്കുന്നത്, അറബി കുട്ടികളെ. അല്ല, വാപ്പാനെ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അയാൾക്ക് കുഴപ്പമില്ല. പക്ഷെ പ്രവാചകനെ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോ ഞാൻ എന്റെ വാപ്പാനെയാണ് വിളിക്കുന്നത്. അപ്പൊ എന്റെ അർത്ഥം വാപ്പാനാണെങ്കിൽ കുഴപ്പമില്ല, കാരണം എന്റെ വാപ്പാന്റെ പേര് മുഹമ്മദ് ആണ്. അപ്പൊ അതാണ് മാനസികാവസ്ഥ എന്ന് പറയാം. എന്താ ചെയ്യാനാ. അല്ല അതുപോലെ ഞാൻ ഒരു കാര്യം, സമാധാനം ഉണ്ടോ എല്ലാത്തിനും? ആ ഷഹാദത്തിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു? ഞാന് ഈ പേരൊന്നും അല്ല, എനിക്ക് ചിലർക്ക് എന്നെ അടുത്തറിയാവുന്നവർക്ക് ചിലപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ മദർ എന്റെ പേര് വിളിക്കുന്നുണ്ട്, അതൊന്നും കൂടെ നോക്കിയേക്കണം. അപ്പം നമ്മളെ അടുത്തറിയാവുന്നവർക്ക് ചിലപ്പോ ഈ കഥ കേൾക്കും പെട്ടെന്ന് പിടികിട്ടും. കാരണം എന്റെ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നാട്ടിലാണോ അതോ വേറെ വിദേശത്ത് എവിടെയെങ്കിലും? വിദേശത്തായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനെതിരെ ഒരു സംസാരത്തിനോ എന്ന് വെച്ചാൽ ഇത് നമുക്ക് തൊടാൻ കൊള്ളാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം ഗുണത്തിനും കൊള്ളത്തില്ല, ദോഷത്തിനും കൊള്ളത്തില്ല. കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സംഭവമായിട്ട് തോന്നി. കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ഒറ്റയ്ക്കും കൂട്ടത്തോടെയും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരു കുറെ നാളോടെ ഇങ്ങനെ ഓടും. ലോകം മാറുമ്പോ ചിലപ്പം ഓരോ തലമുറ മാറുമ്പോ ചിലപ്പം പരിവർത്തനം വരും. പരിവർത്തനം വരാതെ ഇത് മുന്നോട്ട് പോലും. ഒന്നുകിൽ ഇത് നന്നാവണം, അല്ലെങ്കിൽ നശിക്കും. അതെ അതെ അതെ. ഈ രണ്ട് ഓപ്ഷനാണ്. അതിപ്പോ ഇതിന്റെ മാത്രല്ല, ഏത് ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളുടെയും അവസാനം ഇങ്ങനെ തന്നെയാണ്. ഒരു തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് വരും. അങ്ങനെ വരുമ്പോ ഒന്നുകിൽ ഇത് പൂർണ്ണമായിട്ട് പരിഷ്കരിക്കപ്പെടേണ്ടി വരും, അതല്ലെങ്കിൽ ഇത് തനിയെ നശിച്ചു പോകും.
അല്ല ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ 2-3 കാര്യം കൂടെ ഞാനൊന്ന് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞോട്ടെ. ഈ സ്ത്രീകൾ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാല് അവർക്ക് അവർക്ക് മുമ്പേ സംശയമുണ്ട് ഇതിനകത്ത്. പല കാര്യങ്ങളും വാദങ്ങൾ കേൾക്കുമ്പോഴും പല കാര്യങ്ങളിലും അവർക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ അവർക്ക് ഇപ്പം പുറമെ സംസാരിക്കത്തില്ലല്ലോ. അപ്പൊ അത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു മെന്റൽ ബാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഷൈത്താൻ കൊണ്ടിടുന്ന ഒരു ചിന്തയാണോ എന്ന് അതും മറ്റേ സൈക്കോളജിക്കൽ സാധനമാണ്. ആ സൈക്കോളജിക്കൽ സംഭവമാണ്. അപ്പം ആ ശൈത്താന്യത്തിന്റെ ചിന്തയെ നമ്മൾ ആദ്യമേ പ്രതിരോധിക്കുക. അതായത് യുക്തി ചിന്തയെ നമ്മൾ ആദ്യമേ ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ ആക്ച്വലി യുക്തി ചിന്തേനെയാണ് ഷെയ്ത്താൻ എന്ന് ഇവർ പറയണത്. ആണ് സത്യം, 100%. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പേടിച്ചിട്ടാണ് ഇവർ ഷെയ്ത്താനെ പ്രതിഷ്ഠിക്കുന്നത്. അതെ. അപ്പം ഈ സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ട്. ഇനിയിപ്പോ എന്തെന്ന് പറഞ്ഞാല് രാജാവിന്റെ പത്നിയാന്ന് പറഞ്ഞാല് അവർക്ക് ചിന്തിക്കാനുള്ള അവർ ചിന്തിക്കും, പക്ഷെ പുറമേ പറയത്തില്ലെന്നേ ഉള്ളൂ. അതെ അതെ അതെ. അങ്ങനൊരു ബുദ്ധി കൗശലം അവരുടെ ജീനിലുണ്ട്. ഇപ്പൊ ഈ പലരും ഇത് കേൾക്കുമ്പോ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. എന്റെ അടുത്ത് പലരും പിന്നീട് നമ്മുടെ റിലേറ്റീവ്സിൽ പെട്ടവർ പലരും നീ അന്ന് ഇന്ന കാര്യം പറഞ്ഞപ്പം നമുക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ പണ്ടേ ചിന്തിച്ചെന്ന്. പക്ഷെ അവര് പറയൂല, അവര് മിണ്ടൂല, അവർക്ക് പറയാൻ വോയിസ് ഇല്ല. അതാണ് പ്രശ്നം. അതെ അതെ. അവര് കുടുംബം നല്ലതായിട്ട് പോകണം, സമൂഹത്തിൽ നല്ലതായിട്ട് പോകണം എന്നുള്ള രീതിയിൽ ഞാനിപ്പോ ആ ഒരു നിലപാടാ. ഒരു നമുക്ക് സ്പേസ് ഇല്ലാത്തവരടുത്ത് കയറി സംസാരിച്ച് നമ്മളൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ ബോധ്യമാണ് എന്ന് തന്നെയാണ് ഞാനും എല്ലാവരോടും പറയാറ്. ഒന്നാമത്തെ നമ്മുടെ ബോധ്യമാണ്. നമ്മുടെ ബോധ്യം നല്ല ബോധ്യങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിലൂടെ ഇങ്ങനെ ഒരു സങ്കുചിത ചിന്ത നമ്മൾ തലമുറയിലേക്ക്, നമ്മളുടെ അടുത്ത തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കാതിരിക്കുക. ഇത് രണ്ടാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ബാക്കിയൊക്കെ പബ്ലിക് ആയിട്ടുള്ള ക്രിറ്റിസിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ സാഹചര്യങ്ങളെ പരിഗണിച്ച് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതെ. അതുപോലെ ഇതിനകത്ത് ലക്ഷക്കണക്കിന് നിഷ്കളങ്കരായ വിശ്വാസികളുണ്ട്. അതായത് ഇപ്പൊ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ചെയ്യണ്ട, പഠിച്ച പ്രാർത്ഥനയും ആരാധനയായിട്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. എനിക്ക് ലിയാഖത്തിനടുത്ത് ഒരു കാര്യം കൂടെ ഒന്ന് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഈ നമ്മളിപ്പം പൊതുവെ ഇസ്ലാമിക വിമർശനം നടത്താതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് പറയേണ്ട കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ അതിനെ ഈ പോസിറ്റീവ് അല്ലാതെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ക്രിസ്തീയ വർഗീയവാദികളും ഈ RSS പോലുള്ള ടീമുകള്. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞ ഉപയോഗിക്കുന്ന മറ്റൊന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മുസ്ലിമിന്, അതായത് ഒരു മുസ്ലിം നാമധാരിക്ക് ഒരു കാര്യം പറയാൻ പോലും പറ്റാത്ത അവനെ കോയ അല്ലെങ്കിൽ വേറൊരു മേത്തൻ എന്നൊക്കെ പറഞ്ഞ കുറെ പദപ്രയോഗങ്ങളുണ്ട്. ഈ ഒരു രീതിയിൽ അടച്ചാക്ഷേപിച്ച് ഇപ്പം നമ്മൾ വളരെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നാണ് എന്റെ വിലയിരുത്തൽ. ഞാൻ അതുകൊണ്ട് കാര്യങ്ങളിലൊക്കെ വളരെ കെയർഫുൾ ആണ്. ഞാൻ അതിനെ കുറിച്ച് എന്റെ അഭിപ്രായം പറയാറുമുണ്ട്. അപ്പൊ ആ രീതിയിൽ ഈ മുസ്ലിം ആണെങ്കിൽ നിനക്ക് വോയിസ് ഇല്ല. അതായത് വൺസ് എ മുസ്ലിം നിനക്ക് എത്തീസം ആണെങ്കിലും അല്ലെങ്കിൽ വേറൊരു മതത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിച്ചോ, ഓക്കെ, നിനക്ക് വേറൊരു മതത്തെ വിമർശിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ നിനക്ക് അധികാരമില്ല. നിന്റെ വാപ്പാടുത്ത് പോയി പറ എന്നുള്ള രീതിയിലാണ് എന്റെ ഒത്തിരി കമന്റുകൾ നമ്മുടെ ലിയാഖത്തിന്റെ ഇതിൽ തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. വരും അത്തരം കാര്യങ്ങൾ കാണാറുണ്ട്, ഞാനും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഫിൽട്ടർ ചെയ്യാനും കഴിയില്ലല്ലോ. കണ്ണിൽ കാണുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും. അല്ല, പക്ഷെ അതിനെ കുറിച്ചിട്ട് നമുക്കൊരു അവയർനെസ് എങ്കിലും ഒന്ന് കൊടുക്കണം. ഞാൻ എന്റെ നിലപാടുകൾ എപ്പോഴും പറയാറുണ്ട്. അത് നമ്മള് പിന്നെ വ്യൂവേഴ്സിനെ നമ്മൾ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനൊന്നും കഴിയത്തില്ലല്ലോ. അല്ല, ഞാൻ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ ലോകം മൊത്തം നോക്കണ്ട, ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ സാംസ്കാരിക കലാപരമായിട്ട് ഭയങ്കര സംഭാവന കൊടുത്ത ഇപ്പൊ മുഹമ്മദ് റാഫി ഉൾപ്പെടെ കേരളത്തിൽ എത്രയോ നടന്മാരുണ്ട്, സംവിധായകരുണ്ട്, ഫാസിൽ കമൽ ഉൾപ്പെടെ. അതുപോലെ പൂവച്ചൽ ഖാദർ പോലുള്ള കൃഷ്ണഭക്തിയാനം എഴുതിയ എഴുത്തുകാർ വരുന്നുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വൈക്കം മുഹമ്മദ് ബഷീർ, ഒത്തിരി എന്ന് വെച്ചാൽ ആ ഒരു കമ്മ്യൂണിറ്റി ജനിച്ചതുകൊണ്ട് അവരെ ആ ഒരു രീതി ചാപ്പ കുത്താതെ അവര് ശരിക്കും പറഞ്ഞ സംഭാവന കേരളത്തിനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ മനസ്സിലാക്കാതെ ഇവരെല്ലാം മറ്റേ ഇതാണ്, കോയ ടീമാണ്, ഇവർക്കൊന്നും വിവരമില്ല, മദ്രസ പൊട്ടന്മാരാണ്. അങ്ങനെയുള്ള മദ്രസയിൽ പോയി എന്നുള്ളതുകൊണ്ട് ഒരാൾ പൊട്ടനാവുന്നല്ലോ. അതെ, ഒരാളുടെ വിശ്വാസപരമായിട്ടുള്ള നിലപാട് ഒരാൾ പറയണത് ചിലപ്പം മണ്ടത്തരം ഉണ്ടാവാം, അന്ധവിശ്വാസം ഉണ്ടാവാം. ഈ ക്രിസ്ത്യൻ ലോബിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഭയങ്കര ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ഫേസ്ബുക്കിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതുന്ന കൂടുതലും അതെനിക്കൊന്ന് കാസ ടീം ആയിരിക്കും, അവര് പെയ്ഡ് എഴുത്തുകാരാണോന്ന് എനിക്കറിയത്തില്ല. അപ്പം ഒരു മുസ്ലിം ആണ് ഒരു ഒപ്പീനിയൻ പറഞ്ഞെങ്കിൽ നേരെ അവൻ ഞാൻ പറയണത് അത് പരിഗണിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. കാരണം
അതൊരു അതെ എന്താ പറയാ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന, വളരെ മലിനമായിട്ട് ചിന്തിക്കുന്ന, തീവ്ര വർഗീയ സ്വഭാവം പേറുന്ന കുറെ പേര് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. ഇതെന്താ പ്രശ്നം ആ വെച്ചാൽ അവരുടെ എഴുത്തുകൾക്കാണ് വിസിബിലിറ്റി എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനത്തെ അതെ ആളുകളല്ല അതെ കൂടുതൽ. കറക്റ്റ് ഇപ്പൊ ആണ്. അപ്പറയായാലും ഇപ്പറയായാലും ഒന്നും. ഇപ്പൊ ഉം, ഉം. ഇസ്ലാമിലായാലും ഹിന്ദുയിസത്തിലായാലും ക്രിസ്ത്യാനിറ്റിയിലായാലും അങ്ങനെ തീവ്ര മനോഭാവമുള്ള ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. പക്ഷെ അതെ അവർ ഭയങ്കരമായിട്ട് വിസിബിൾ ആയിരിക്കും. അതാണ് അത് കാര്യം. മാത്രമല്ല കാരണം അതുമായിട്ട് ആക്റ്റീവ് എൻഗേജ് ആയിരിക്കും. ചെയ്യും ആളുകള്. അവർ ആക്റ്റീവ് ആയിരിക്കും. അവർ ആക്റ്റീവ് മറ്റവരെന്ന് വെച്ചാൽ ആയിരിക്കും, അവർ സ്പെഷ്യൽ. എക്സ്പ്രസീവ് ആയിരിക്കും, അവർ അതെ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിരിക്കും അവരുടെ കണ്ടന്റുകൾ. അല്ല ഇതിനകത്തുള്ളൊരു സംഭവം എന്താന്ന് പറയട്ടെ, ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര തങ്കപ്പെട്ട സംഭവം എന്ന് പറയണ്ട, ഇവർ ആ ഒരു തെറ്റിദ്ധാരണയല്ല. ഞാൻ ഈ അതെ ബൈബിൾ അതെ. മൊത്തം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതിപ്പോ എന്താണെന്നറിയോ? ബൈബിൾ വിശ്വാസികളെ കുറിച്ച് ഇസ്ലാം മത വിശ്വാസികളുടെ ധാരണയും ബൈബിളിൽ കുറെ മനുഷ്യരുടെ കൈകടത്തലുണ്ട്. ആ, പക്ഷെ ഖുർആൻ ഭയങ്കര പത്രം മാറ്റാന്ന് ചിന്തിക്കുന്നവരാണ്. അതെ ഖുർആൻ അതെ മനുഷ്യന്മാരുണ്ടാക്കിയെടുത്ത സാധനമാണ്. മനുഷ്യൻ ഉമർ അന്ന് മനസ്സ് വെച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഖുർആന്റെ അതെ പൊടി പോലും ഉണ്ടാവില്ല. ഉണ്ടാവില്ല. അതെ. ആട് അപ്പൊ മൊത്തം എന്തായാലും തിന്നു ശരി, പോയല്ലേ. നമുക്ക് ഇനിയും വിശദമായിട്ട് പിന്നെ അല്ല എപ്പോഴെങ്കിലും കൂടി ഒരു കാര്യം കൂടെ ഞാൻ സംസാരിക്കാം. പറഞ്ഞോട്ടെ. ഈ ജീസസ് ഒറ്റ കാര്യം കൂടെ ഒരു 2 മിനിറ്റ്. ഇപ്പൊ ഈ ജീസസിന്റെ ഇതെന്ന് വെച്ചാൽ ജീസസിന്റെ ഗോത്രീയത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ബൈബിളിൽ കൃത്യമായിട്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. അതായത് ഈ പഴയ നിയമത്തിൽ തൽമൂദ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പഴയ നിയമ ഗ്രന്ഥങ്ങള് ഈ തോറയെല്ലാം വ്യാഖ്യാനിക്കുന്ന യഹൂദന്മാരുടെ ഒരു പുസ്തകമുണ്ട്. ഉം, അതായത് നമ്മുടെ ഹദീസ് പോലെ, ഉം, അല്ലെങ്കിൽ ഈ തഫ്സീറുകൾ പോലെ. ഉം. അപ്പൊ അതിനകത്ത് ഈ നായ എന്ന് പറയുന്ന പുറംജാതികളെ വിളിക്കാനുള്ള കോഡ് നെയിമാണ് നായ. ഓഹോ ഹോ ഹോ. നായക്കുട്ടി എന്ന് പറയും. ഉം, ഇതേ പ്രയോഗം യേശു അവർ അന്യജാതിക്കാരി സ്ത്രീ വന്നിട്ട് തന്നോട് ഈ കൊച്ചിന്റെ സൗഖ്യം ചോദിക്കുമ്പം ഈ യേശു വിളിക്കേണ്ട മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പം അത്രത്തോളം ഗോത്രീയതയും അല്ലെങ്കിൽ വർഗീയതയും പറയുന്ന ഒരു ഗ്രന്ഥമാണ് അത്. ഉം, അത് മാത്രമല്ല ഈ ഇതിന്റെ ബൈബിളിന്റെ ഏറ്റവും ലാസ്റ്റ് പുസ്തകം വെളിപാട് പുസ്തകം, അതായത് ലോകാവസാനം പറയുന്ന, അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകളൊന്നും സ്വർഗത്തിൽ കിടക്കത്തില്ല. ഉം, ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തിൽ നായകൾ എന്ന് വെച്ചാൽ ഈ ബൈബിള് പുതിയ നിയമമാലും പഴയ നിയമമാലും ആദ്യോടെ എന്താ യഹൂദന്മാർക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട ഒരു പുസ്തകം. ഉം, ഉം, അത് എനിക്ക് 100% പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവർ ഈ പറയുന്ന ഈ കത്തോലിക്കരോ അല്ലെങ്കിൽ മറ്റു ജാതികൾക്കോ ഇതിനകത്ത് യാതൊരു പങ്കും ഇല്ലെന്ന് ബൈബിളിൽ തന്നെ യേശു തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉം, 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 കാണാതെ പോയ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കല്ല എന്നെ അയച്ചിട്ടില്ല ഉം. എന്ന് പറഞ്ഞിട്ട് യേശു പിന്നെ ഈ നായ്ക്കുട്ടികളുടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുത്തുകളെ നായ്ക്കുട്ടികളുടെ പന്നികളുടെ മുന്നിൽ ഇട്ടു കൊടുക്കരുതെന്ന് പറയുന്നത് അതും ഈ വിജാതിയരെ കുറിച്ചാണ്. ഉം, ഉം, ഉം. അപ്പം ഇത്രയും ഗോത്രീയത പറയുന്ന ഒരു സാധനമാണ് ഇവർ ഈ കനകം പോലെ വെച്ചിട്ട് മറ്റു ഗോത്രീയത, അതായത് എന്റെ മാലിന്യം കുറച്ചുകൂടെ നിന്റെ മാലിന്യത്തെക്കാൾ മെച്ചം. അതാണ് വലിയ വര ചെറിയ വര, അതാണ് സംഭവം. അത്രേ ഞാൻ ഉള്ളൂ. അതിനെ അങ്ങനെയാണ് ലളിതവൽക്കരിച്ച് പറയാറുള്ളത്. അപ്പൊ ഓക്കെ, അങ്ങനെ എന്തായാലും എന്തായാലും നമുക്ക് സന്തോഷം കേട്ടോ. ഇനി സംസാരിക്കാം. ശരി. തീർച്ചയായിട്ടും ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ.